ഒരു ബിസിനസ്മാൻ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു നെറ്റ്വർക്കിംഗ് ഇതാണല്ലോ. അപ്പൊ എത്രത്തോളം നെറ്റ്വർക്കിങ്ങിന് സിഗ്നിഫിക്കൻസ്, ഇപ്പൊ ചേട്ടൻ BNI ഒക്കെ പ്രസിഡന്റ് ആയിരുന്നു, അങ്ങനെ കുറെ ക്ലബ്സിന്റെ മെമ്പർഷിപ്പ്, അതിന്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് ലൈക്ക് ഒരു ബിസിനസ് ഇതിൽ വരുമ്പോ? നെറ്റ്വർക്കിംഗ് ആണ് ബിസിനസ്. നെറ്റ്വർക്കിംഗ് ആണ് അല്ലെ? അപ്പൊ അത് ക്രൂഷ്യൽ, എല്ലാരും ക്ലബ്സിലെ മെമ്പർഷിപ്പ് എടുക്കണം പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുക. എല്ലാ ക്ലബ്സിലും മെമ്പർഷിപ്പ് എടുത്ത് ലാസ്റ്റ് അപ്പൊ ചേട്ടനെ ഹെൽപ്പ് ചെയ്തു അല്ലെ ഈ ഒരു വിസിബിലിറ്റി? എന്റെ ആവശ്യങ്ങൾക്ക് മാത്രമേ ഞാൻ പോവാറുള്ളൂ. ശരി, അതൊരു നല്ലൊരു വിൻഡോ ആയിരുന്നു ചേട്ടന്, ലൈക് ടു മീറ്റ് പീപ്പിൾ ആൻഡ് ടെൽ ദം. BNI എനിക്ക് നല്ലൊരു വിൻഡോ ആയിരുന്നു. അത് ഇനിഷ്യൽ ലെവലിൽ BNI ഒരു സ്റ്റാർട്ടപ്പിന് ഇപ്പോഴും സ്റ്റാർട്ടപ്പ് ബിസിനസ്സിൽ BNI എപ്പോഴും നല്ല പ്ലാറ്റ്ഫോമാണ്. പുതിയ വെഞ്ചേഴ്സിനൊക്കെ നല്ല ഇഫക്റ്റീവ് ആണ് BNIയിലുള്ളത്. അത് ഈ ചേട്ടൻ ലീഡർഷിപ്പ് പൊസിഷൻസ് എടുത്തിട്ടുണ്ടല്ലോ, അത് ചേട്ടൻ്റെ ഒരു എന്റർപ്രന്യൂറൽ ജേർണിയിൽ എങ്ങനെയായിരുന്നു? ഇപ്പൊ BNIന്റെ പ്രസിഡന്റ് ആയിരുന്നു, അങ്ങനെ കുറെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അത് എങ്ങനെയായിരുന്നു നമ്മുടെ ബിസിനസ്സിലേക്ക് എങ്ങനെ? ശരിക്കും നമ്മൾ ഓഫീസിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റാഫിലെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു BNI പോലത്തെ ഒരു എന്റർപ്രണർ പ്ലാറ്റ്ഫോമിൽ പോകുമ്പോൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എന്റർപ്രണേഴ്സിനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി. അതെ അതെ അതെ. ഇപ്പൊ ഒരു എന്റർപ്രണർ ഭയങ്കര ഈഗോസ്റ്റിക്. സോ അവരെ ഹാൻഡിൽ ചെയ്ത് ഒരു സ്കില്ല് കിട്ടാന്ന് പറയുന്നത് എനിക്കത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയത് എനിക്ക് തോന്നി.